ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വ്രതം നോറ്റ് മാലയിട്ട് കറുപ്പുടുത്ത് കല്ലും മുള്ളും ചവിട്ടി ഭക്തർ മല കയറിയിറങ്ങുമ്പോൾ കക്കാൻ കണക്ക് കൂട്ടി കയറിയിറങ്ങുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് കേരള പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു. ചില്ലറയല്ല, മലയിൽ നിന്നിറക്കിയത് 2 കിലോ സ്വർണമെന്ന് കോടതിയിൽ കൊടുത്ത രേഖയിൽ പറയുന്നു. പോറ്റി തനിച്ചല്ല, പോറ്റിയെ പോറ്റിയവരും പോറ്റിയിൽ നിന്ന് പറ്റിയവരുമുണ്ട്. സ്വർണത്തെ തങ്കമാക്കുന്ന മായാജാലത്തിന് കമ്മീഷൻ കൈയോടെ കൊടുത്തു എന്നാണ് മൊഴി. കട്ട മുതലിന്റെ വീതം കിട്ടിയവർ പലരുമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞു. അവരിലേക്ക് പോകുമോ അവരിൽ നിന്നും പോകുമോ അന്വേഷണം എന്നാണ് ഇനി അറിയേണ്ടത്. തന്നെ കുടുക്കിയവരും കുടുങ്ങുമെന്ന് പോറ്റി പറഞ്ഞത് ആർക്കു കൊണ്ടു, എവിടെ കൊണ്ടു, പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. ചർച്ചയിൽ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ, ഡോക്ടർ PK ഗോപൻ CPM പ്രതിനിധി, VV രാജേഷ് BJP പ്രതിനിധി, KM ആന്റണി റിട്ടയർഡ് SP, മഹേഷ് പണിക്കർ ശില്പി എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഗോപൻ, ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് അങ്ങും കേട്ടിരിക്കും, എന്നെ കുടുക്കിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? അല്ല, നമുക്കെല്ലാവർക്കും അറിയാം പോറ്റിയിൽ അത് ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളത്. പോറ്റി ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. പക്ഷേ പോറ്റിക്ക് മാത്രമായി ശബരിമല പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കവർച്ച നടത്താൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചില കൈകൾ അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് SITയുടെ വളരെ ഷാർപ്പായിട്ടുള്ള അറ്റാക്കിൽ പോറ്റിയും പോറ്റിയോടൊപ്പം ഉള്ളവരും ഓരോരുത്തരായിട്ട് വീഴാൻ പോവുകയാണ്. നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഈ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസം കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. കാരണം ദേവസ്വം വിജിലൻസ് ആയാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വളരെ ശക്തമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ അന്വേഷണം പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. അവർക്ക് എല്ലാ തെളിവുകളും കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു അപകടത്തിൽ അയാൾ ഒറ്റയ്ക്ക് ബോധപൂർവം എടുത്തു ചാടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതൊരു 10-20 വർഷക്കാലത്തെ അയാളുടെ പരിശ്രമമാണ്. നേരത്തെ ശ്രീ സ്മൃതി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ അങ്ങോട്ട് അയ്യപ്പന് കാണിക്കർപ്പിക്കാനായിട്ടാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പോയിരുന്നതെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വാസത്തെ ഏറ്റവും നല്ല ഒരു കച്ചവട ബ്രാൻഡായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് ഒരു ചെറിയ സാധനം കൊടുത്തിട്ട് വലിയ സാധനം തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. സ്വാഭാവികമായിട്ടും ക്ഷേത്രക്കള്ളന്മാരായിട്ടുള്ള ആളുകൾ, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സഹായം കിട്ടിയിട്ടുണ്ടാവും. കിട്ടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെയൊന്നും സംഘടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് SITയുടെ ഈ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുക്കി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മോഷ്ടാക്കൾ പറയാറുള്ള വാചകമായിട്ട് മാത്രം അതിനെ വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ വളരെ പർപ്പസായിട്ട് അഡ്വക്കേറ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടി ആലോചിച്ചൊരു വാചകം പറയാം. ഇതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് സഹായികളായിട്ട് നിന്നവരുടെ പേരുകൾ അദ്ദേഹം പറയാൻ നിർബന്ധിതനാവുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം. അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഈ കുടുക്കലിനകത്തുണ്ട്. ഏതായാലും അവിടുത്തെ നല്ലൊരു പങ്ക് ആളുകളുടെ, അത് നമുക്ക് കുറച്ചൊക്കെ പ്രത്യക്ഷമാണ്. 2-3 പേരുടെ പേരുകൾ ഇപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ നല്ല സഹായം പോറ്റിക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എനിക്ക് തോന്നുന്നതാണ്. ശരി, ശ്രീ CR രാധാകൃഷ്ണൻ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണറാണല്ലോ. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോൾ ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡിനോട് ആ ഘട്ടത്തിൽ ചോദിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തിപരമായി അറിയില്ല, ഇവിടെ പല കാര്യങ്ങളും കാണാറുണ്ട്, ആ നിലയ്ക്ക് അറിയാം, അല്ലാതെ അടുപ്പമില്ല എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുള്ളത്. ഇനി പോറ്റിയുടെ അടുത്ത് പാളി കൊടുത്തുവിട്ടതാകട്ടെ, അതിലും തനിക്ക് പങ്കില്ല, തന്നോട് ആലോചിച്ചിട്ടല്ല അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അത് സ്വർണ്ണാഭരണം കമ്മീഷണറുടെ തീരുമാനമാണ് എന്നടക്കം, തിരുവാഭരണം കമ്മീഷണറുടെ തീരുമാനമാണ് എന്നടക്കം പറയുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് തന്നെ എടുത്ത തീരുമാനമാണ് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്.
അതിനുശേഷം വരുന്ന മൊഴികളിലും അത്തരം കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഈ എനിക്കൊപ്പം മറ്റുള്ളവരും കുടുങ്ങും എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ അതിൽ ആരൊക്കെ പെടുമെന്നാണ് അങ്ങ് കരുതുന്നത്? സ്മൃതി, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര ഭരണ സ്ഥാപനമാണ്. ഇപ്പം ഗവൺമെന്റിന് പോലും ഇവരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാനോ നീക്കം ചെയ്യാനോ ഒരധികാരവുമില്ല. അപ്പം അങ്ങനെയുള്ള സ്വതന്ത്രമായ ശക്തമായ ഭരണ പിൻബലമുള്ളവരാണ്, നിയമ പിൻബലമുള്ളവരാണ് ബോർഡിൻ്റെ ചെയർമാനും മെമ്പർമാരും. അപ്പോൾ അവർ സാധാരണ ഇതൊരു ട്രസ്റ്റാണ്. ഈ മൈനറുകളുടെ സ്ഥാവര ജംഗമ സ്വത്തുകൾ അത് നോക്കി നടത്താനുള്ള ഒരു ട്രസ്റ്റികളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ കുറേ നിയമങ്ങളുണ്ട്. എല്ലാ മേഖലയിലും, ഈ ക്ഷേത്രങ്ങളുടെ സമസ്ത മേഖലയിലും, പ്രവർത്തന മേഖലയിൽ, അക്കൗണ്ട്സ് മേഖലയിൽ, പൂജാ മേഖലയിൽ, അതുപോലെ ജീവനക്കാരുടെ സർവീസ് മേഖലയിൽ, ശിക്ഷാ നടപടിക്രമങ്ങളിലെല്ലാം ഗവൺമെന്റിന് തുല്യമായ കർശനമായ, ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ലൂപ്പ് ഹോൾ അടച്ച, പഴുതടച്ച നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ നയപരമായ കാര്യങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമില്ല. അത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ബോർഡ് യോഗങ്ങളിലാണ്. അത് ബോർഡിന്റെ ബൈലയുണ്ട്. ആ ബൈല അനുസരിച്ച് ആഴ്ചയിൽ 2 ദിവസം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തണം. ആ നടത്തുമ്പോൾ ബോർഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിൽ അവരുടെ ഡ്യൂട്ടിയിലും അധികാരത്തിലും നിർവഹിക്കാനാവാത്ത പേപ്പറുകൾ, അത് നയപരമായ കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റുകൾ, സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റങ്ങൾ, പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് എലഫൻറ്റ്സ് തുടങ്ങിയ ഗൗരവതരമായ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ബോർഡ് യോഗത്തിൻ്റെ മുമ്പാകെ അജണ്ടയിട്ട്, ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നത് പോലെ തന്നെയാണ് സെക്രട്ടറി മുൻകൂട്ടി തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അജണ്ട തയ്യാറാക്കി അത് പ്രസിഡന്റും അംഗങ്ങളുടെ ഓഫീസിൽ കൊടുത്ത് ആ ഫയലുകൾ ഹാജരാക്കി അവിടെയാണ് തീരുമാനമെടുക്കുന്നത്. ഇതിനെല്ലാം മിനിസുണ്ട്. അപ്പോൾ ഈ ശ്രീകോവിലിലെ നേരത്തെ പറഞ്ഞ ഈ പാളികളുടെ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത് ഒരു റൊട്ടീൻ മാറ്ററല്ല. സാധാരണ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഇത്തരം തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ 99 ഈ ഒരു ഇൻവെന്ററി അനുസരിച്ച് ഞങ്ങളുടെ ശബരിമലയിലെ വിലപിടിച്ച ഉരുപ്പടികളുടെ രജിസ്റ്ററിൽ, അതായത് തിരുവാഭരണ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത സാധനങ്ങളാണത്. അത് നമ്മുടെ സ്ഥാവര സ്വത്താണ്. ആ സ്ഥാവര സ്വത്ത് ഞങ്ങളുടെ നിയമം അനുസരിച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ മാറ്റുന്നതിനോ അത് രൂപമാറ്റം വരുത്തുന്നതിനോ പുറത്തു കൊണ്ടുപോകാൻ യാതൊരു അധികാരവും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കില്ല. അതുമാത്രമല്ല, അത് അഥവാ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെ ഞങ്ങളുടെ മുതിർന്ന ലെവലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ചില ലിമിറ്റഡ് പവേഴ്സ് ഉണ്ട്. ശരി, പക്ഷേ ശ്രീ സി ആർ രാധാകൃഷ്ണൻ ഇത് പാളി കൊടുത്തുവിട്ടപ്പോൾ അത് ചെമ്പുപാളി എന്ന് എഴുതി വെച്ച ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ. അത് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന കുഴപ്പമാണ്. അതാണ് അന്വേഷണത്തിന് വിധേയമാകുന്നത്. അത് ശരിയായ നടപടിയാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. അവിടെ മുതലേ ഇത് ഇങ്ങോട്ട് എത്രയോ ഘട്ടങ്ങളിൽ ഒരു 4 or 5 ഔദ്യോഗിക തലത്തിലും ബോർഡ് തലത്തിലും അതേ മിസ്റ്റേക്കുകൾ ആവർത്തിച്ചാണ് ഇവിടെ പോയിരിക്കുന്നത്. അതുമാത്രമല്ല, സ്റ്റാറ്റ്യൂട്ടറി ദേവസ്വം ബോർഡ് സുഘടിതമായ ഒരു ലാ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തിലാണ്. അവിടെ ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ ലാ ഓഫീസറുണ്ട്, 3 ലീഗൽ അസിസ്റ്റന്റ്മാരുണ്ട്. അത്തരം നിയമ നടപടികളിലൊക്കെ കടന്നു വേണം ഇമാതിരി കാര്യങ്ങൾ ബോർഡിന്റെ നയപരമായ തീരുമാനങ്ങൾ വരെ. അപ്പം ഇവിടെ ഒന്നും അത് സ്പർശിച്ചില്ല, അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കങ്ങോട്ട് സാധാരണ ഒരു ഭക്തനോ ഒരാൾക്കോ സ്വീകരിക്കാൻ ആവില്ല. അപ്പം ഇതിൻ്റെ വിൽഫുൾ, അതല്ലെങ്കിൽ അറിവോടുകൂടിയുള്ള ചില തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ശരി, മുൻപ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുമില്ല. ശരി, അപ്പൊ അതുകൊണ്ട് ചോദിച്ചോളൂ. ശരി ശരി ഞാൻ വി വി രാജേഷിലേക്ക് പോകുന്നു. വി വി രാജേഷ്, ഇപ്പോൾ ഇതിൽ പ്രതികളിൽ ഈ ചെന്നൈയിലുള്ള സ്ഥാപനം
ബാംഗ്ലൂരിലുള്ള സ്ഥാപനം കൂടി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സ്മാർട്ട് ക്രിയേഷൻസ് അവർ കൂടി പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. സ്മാർട്ട് ക്രിയേഷൻസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചർച്ച നടത്തുന്നുണ്ട്, 2 തവണ മാറ്റി പറയുന്നുണ്ട് അന്വേഷണ സംഘത്തോട്. ആ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ നേരെയാക്കിയ സ്വർണം പൂശിയ പാളിയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള പ്രതികരണം. സ്മൃതി, അതേക്കുറിച്ച് ഞാൻ പ്രതികരിക്കുക. അതിനു മുമ്പ് തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേർ, ഒരാൾ CPM പ്രതിനിധിയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആണെന്നാണ്. മറ്റേയാൾ നിരവധി വർഷം ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നവരാണ്. ആദ്യം പറഞ്ഞ വ്യക്തി പറഞ്ഞത് പോറ്റിക്ക് മാത്രമായി ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, മറ്റു പലരും സഹായിച്ച് കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതായത് പോറ്റി തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള പലരും സഹായിച്ചതുകൊണ്ടായിരിക്കും. അതെ, അതുകൊണ്ട് അവിടെയുള്ള പലരും സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും ഗുരുതരമായൊരു ക്രമക്കേട് കാണിക്കാൻ വേണ്ടി സാധിച്ചതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചു വന്നത്. അതിൻ്റെ ക്രക്സ് അതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങ് ഒരു കാര്യം കൂടി അദ്ദേഹം പറയണമായിരുന്നു. ഞാൻ മാവിലായിക്കാരനാണ്, ഞങ്ങൾ മാവിലായിക്കാരാണ്. അവിടെ ഇവരാരെയും നിയമിച്ചത് ഞങ്ങളല്ല, ഞങ്ങളുടെ ഗവൺമെൻറ് നിയമിച്ച ദേവസ്വം ബോർഡല്ല, ഞങ്ങളുടെ ഗവൺമെൻറ് നിയമിച്ച ദേവസ്വം ബോർഡ് നിയമിച്ച ഉദ്യോഗസ്ഥരല്ല, അവിടെയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വേറെ ഏതോ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം പിന്നെ ആരാണ് സാർ നിയമിച്ചത്? അവിടെ നടത്തുന്ന ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ നിയമിച്ചത് ആരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിച്ചതാരാണ്? അവിടെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ചതാരാണ്? അവിടുത്തെ വിജിലൻസിനെ നിയമിച്ചതാരാണ്? അവിടുത്തെ വിജിലൻസിന്റെ കൈ ഈ സമയത്ത് എന്താ കണ്ണുകൾ കെട്ടിയിരുന്നു? അവിടുത്തെ വിജിലൻസിന്റെ കൈകൾ എന്താ മാങ്ങ പറിക്കാൻ പോയിരുന്നു? ഇതൊക്കെ മറുപടി പറയണം. അങ്ങ് പറയുന്നത് പോലെ അവിടെ ആരൊക്കെ സഹായിച്ചത് കൊണ്ടാണ് നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം പറയുകയാണ് അവിടെ കൃത്യമായ മിനിറ്റ്സ് ഉണ്ട്, അജണ്ടയുണ്ട്, ക്യാബിനറ്റ് യോഗത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ്, ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, അപ്പം അജണ്ട വച്ച് മിനിറ്റ്സ് എഴുതി എല്ലാം കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടാണോ ഈ കള്ളം നടത്തിയത്, ഈ മോഷണം നടത്തിയത്? ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ തന്നെ പുസ്തകത്തിലുണ്ട്. പക്ഷേ ഈ പുസ്തകം ഒക്കെ തന്നെ അടച്ചു വച്ചിട്ട് സകല കാര്യങ്ങളും അങ്ങ് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നത് കാലഘട്ടം എനിക്കറിയില്ല. പക്ഷേ സ്മൃതി, ഞാനൊരു കാര്യം പറയാം. 2010 മുതൽ 2013 വരെ അങ്ങ് സർവീസിലുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് നിലയ്ക്കലത്തെ ടോൾ കൊള്ളയ്ക്കെതിരെ, ടോളിൻ്റെ പേരിൽ നടക്കുന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട അഴിമതിക്കെതിരെ ഒരു 16 ദിവസം പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും താമസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാറിൽ കിടന്ന് 16 രാത്രികളിൽ ഉറങ്ങിക്കൊണ്ട് അതിനെതിരെ സമരം നടത്തി. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ രാഷ്ട്രീയമായി സമരപര നടത്തി ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ നിയമത്തിലൂടെ, രേഖകളിലൂടെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ശരിയാണെന്ന് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണല്ലോ ഇടപെട്ട് ടോൾ പിരിവ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇന്നുവരെ അവിടെ ടോൾ നിന്നിട്ടില്ല. സാർ, ഞാൻ അവിടെ പമ്പയിലും സന്നിധാനത്തും കണ്ട ഓരോരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ ഇന്ന് ദേവസ്വം ബോർഡിലുള്ളവർക്കൊക്കെ തന്നെ തലയിലൂടെ മുണ്ടിട്ടുകൊണ്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദേവസ്വം ബോർഡിനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ അധികാരങ്ങളിൽ ആർക്കും ഇടപെടാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കേണ്ടത്, PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് പോലും PS പ്രശാന്തിന്റെ മേലൊരു കൺട്രോളുമില്ല എന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ വശങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ ചട്ടം. അല്ല, അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്, അറിയാവുന്നതാണ്. ചട്ടം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ദേവസ്വം ബോർഡിന്റെ അതിന്റെ പവറും അതിന്റെ സ്വതന്ത്രാധികാരവും ഒക്കെ നമുക്ക് അറിയാമല്ലോ. ഇപ്പോ സാധാരണ സ്മൃതി, എൻ്റെയും സ്മൃതിയെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരെയും പോലെ അല്ലല്ലോ സാധാരണക്കാരായ ആൾക്കാർ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന് പറയുമ്പോഴേക്കും അവർ കുറേ പേരൊക്കെ അത് വിശ്വസിക്കും. ഞാൻ ചോദിക്കുന്നത്, CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായിട്ടുള്ള പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴേക്കും പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസവും രാവിലെ മുതൽ പത്മകുമാറും പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലോ ചർച്ചകളോ നടത്തി ദേവസ്വം ബോർഡിൽ ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ആവശ്യമില്ല, അത് സാധിക്കില്ല എന്ന് പറഞ്ഞു വയ്ക്കരുത്. അങ്ങനെ പറഞ്ഞു വയ്ക്കരുത്. ഈ വാസു ആയിക്കോട്ടെ, ഈ പത്മകുമാർ ആയിക്കോട്ടെ, മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കോട്ടെ, അവരറിയാതെ ദേവസ്വം ബോർഡിൽ ഒരു ഈച്ചയും പറക്കില്ല.
ഞാൻ ശബരിമലയുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ചോദിക്കട്ടെ ഡെപ്യൂട്ടി കമ്മീഷണറോട്, 2010 മുതൽ 2013 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലല്ലേ വിജിലൻസ് ആ മുറി മറിച്ച് കച്ചവടം ചെയ്യുന്ന കണ്ടുപിടിച്ചത്? എന്താണ്? ഒരു ഭക്തൻ വന്ന മുറിയെടുത്താൽ 24 മണിക്കൂറാണ്. 2-3 മണിക്കൂർ കഴിഞ്ഞ് ദർശനം കഴിഞ്ഞാൽ പലരും പോകും. അപ്പോഴേക്കും ഇത് ചെക്കൗട്ട് ചെയ്തതായിട്ട് രജിസ്റ്റർ രേഖപ്പെടുത്തില്ല. അടുത്തായി വരുന്ന ആളിന് 3-4 ഇരട്ടി രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം 2500 രൂപയ്ക്ക് ഒരു വ്യക്തി ബുക്ക് ചെയ്യുന്ന റൂം 15,000-20,000 വരെ രൂപ നേടിക്കൊണ്ട് മറിച്ചു അഴിമതിയുടെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ശ്രീ വി രാജേഷ്, ഇത് നമ്മളിപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് തന്നെ വരണമെന്ന് ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ പാത്രം അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതുമേൽ അന്വേഷണം ഉണ്ടായിട്ടുള്ളതാണ്. ശ്രീ ഗോപൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് കേട്ടോ, പത്തനംതിട്ടയല്ല. അങ്ങയുടെ അറിവിലേക്കായി ഞാൻ പറയുന്നു. ബാക്കി അതിലേക്ക് പോവുകയാണ്. ഞാനൊന്ന് ശരി ഞാൻ മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ് പണിക്കർ, ഇന്നിപ്പോൾ പുതിയ പാളി സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ പുതിയ പാളി സ്ഥാപിക്കാനായി എടുത്തു കൊണ്ടുപോയ ദിവസത്തെക്കുറിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് സ്ഥാപിക്കുന്നു. സ്ഥാപിക്കുമ്പോഴേക്കും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് കൂടുതൽ വെളിവായി വന്ന ശേഷം അത് സ്ഥാപിക്കലാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അതെ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിജിലൻസിന്റെ 2ാമത്തെ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന് സംശയാസ്പദമായ രീതിയിലാണ് ഇവർ ഈ സ്വർണം പൂശുന്നത്. ഈ കൊടുത്ത സ്വർണ്ണമല്ല അവർ ചെയ്യുന്നത്. അവരുടെ ഒരു ലിക്വിഡ് അവർ നേരത്തെ ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ തയ്യാറാക്കിയ ഒരു ലിക്വിഡിനകത്തുള്ള സ്വർണം, അങ്ങനെ സ്വർണ്ണമെന്ന് പറയുന്നത് വിശ്വസിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് പൂശിയിരിക്കുന്നത് എന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു SITയുടെ അന്വേഷണം കഴിയുന്നത് വരെ ഇത് തിരിച്ചുപിടിപ്പിക്കാതിരുന്നിരുന്നെങ്കിൽ വളരെ ഉചിതമായാണ്. കാര്യം SITയുടെ അന്വേഷണം കഴിഞ്ഞ് ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് ഇതിനകത്ത് എത്ര സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് പിന്നെ വേണമായിരുന്ന ഒരു ദേവപ്രശ്നമൊക്കെ നടത്തി ഭക്തജനങ്ങളുടെ എല്ലാം സഹകരണത്തോടെ തിരിച്ചു പിടിപ്പിച്ചിരുന്നേ അത് ദേവന് ഇഷ്ടമായാണ്. ഇതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. 3-4 രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഇവർ പാലിച്ചിട്ടില്ല. ഒന്ന്, ദേവപ്രശ്നം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 2ാമത് ഈ പറഞ്ഞ ഇതിനകത്ത് എത്ര സ്വർണ്ണം ഉണ്ടെന്നുള്ള കൃത്യത ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? കാര്യം അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പുറത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ദേവന്റെ ദേഹത്ത് അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി അതിനകത്ത് ടെസ്റ്റിംഗ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല SIT ആവശ്യപ്പെട്ടാൽ അതൊരു പിന്നെ ഒരു അടുത്തൊരു ആചാര ലംഘനം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്കൊരു എസ്കേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെക്കാട്ടിൽ അപ്പുറത്തൊരു കാര്യം, ഈ SITയുടെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇതിന്റെ ഒറിജിനൽ, അതായത് നേരത്തെ മുക്കിയ സാധനം ഇവർ ഉരുക്കിയിട്ടില്ല, ഒരിടത്ത് ഒറിജിനൽ കിട്ടി, അതപ്പോൾ അവിടെ കൊണ്ടുവെക്കും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള സംഭവമാണ്. അപ്പോൾ ഇതിന്റെ ഒരു കാര്യം കഴിയുന്നത് വരെ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ട ദേവസ്വം ബോർഡ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡുകൾ ആവശ്യപ്പെട്ട പോലെ ഒരു 6 ആഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, 6 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് സുഖമായിട്ട് 6 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ തിടുക്കപ്പെട്ടത് ഫിറ്റ് ചെയ്തത് എന്തോ ഒരു അത്ര ഹിതകരമല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട്. കാര്യം ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട തന്ത്രി, ആ തന്ത്രം കൈകാര്യം ചെയ്യുന്ന ദേവന്റെ കാര്യമായിട്ട്, ദേവന്റെ ഒരു ഇതായിട്ടാണ്. അപ്പൊ അവർ ഈ കൊച്ചുകുട്ടികളെ പോലുള്ള ആൾക്കാർ അതിനകത്തിരിക്കുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. കാര്യം അവർ ഇത് വെച്ചേ പറ്റൂ, അപ്പം അവരെ ഒക്കെ വെക്കാം. കാര്യം അതിനൊരു ഉത്തരവാദിത്ത ബോധമുള്ള, നമ്മളിപ്പം ആറന്മുളയൊക്കെ കണ്ടാണ്, എന്ത് മഹത്തായ പ്രായമുള്ള അറിവുള്ള വളരെ പക്വതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇതൊക്കെ ശബരിമല പോലത്തെ ഒരു മഹാക്ഷേത്രത്തില് ഇതിനകത്തൊക്കെ വളരെ നിസ്സാരമായ രീതി ഞാൻ എടുത്ത് വെക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ അളക്കുന്നു, എന്റെ ഇഷ്ടത്തിന് ഞാൻ വെക്കുന്നു. അതിപ്പം കോടതിയുടെ അനുമതി ഉണ്ടാവാം, കോടതിയെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അതിനകത്തൊരു കുറച്ചുകൂടെ എന്താ പറയാ, ഒരു സമന്വയത്തോട്, കുറച്ചുകൂടെ ഒരു നിദാനതയോടൊക്കെ ഈ വക കാര്യങ്ങളെ സമീപിക്കേണ്ടതാണ്. ഇത് വിശ്വാസിയുടെ പ്രശ്നമാണ്. ഇപ്പൊ നാളെ ഇപ്പം കോടതി പറയുകയാണ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യണം, അത് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് ദേവനെയൊക്കെ അതിനകത്ത് വലിച്ചഴിക്കുകയല്ലേ. കാര്യം ഇവർ ഇച്ചിരൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ സമീപിക്കണം. എന്തായാലും ഇത്ര വലിയ കൊള്ള നടന്നു, ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയാം ഇത്രയും വലിയ കൊള്ളയാണ്. ഏകദേശം കണക്കനുസരിച്ച് ഏകദേശം 15 കിലോയോളം സ്വർണം ചുറ്റുമുണ്ട്. 2 കിലോയെ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. 15 കിലോ മാത്രമേ മേളി റൂഫി. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ 2 കിലോ സ്വർണം മോഷ്ടിച്ചു, ചതി, വിശ്വാസവഞ്ചന ചെയ്ത് എടുത്തുകൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഈ 2 കിലോ എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ കണക്ക് മാത്രമാണ്, അതിന്മേൽ മാത്രമുള്ള റിമാൻഡ് റിപ്പോർട്ടാണെന്ന് മനസ്സിലാക്കണം. ബാക്കി വരാനിരിക്കുന്നേ ഉള്ളൂ. അല്ല, ശില്പവും അതിന്റെ ആ പറഞ്ഞ സൈഡിലത്തെ പാളി, ഡോറ് എല്ലാം കൂടെ, അതായത് ശില്പം, താഴത്തെ പാളി, കട്ടളപ്പാളി, ഡോറ്, സൈഡിലത്തെ തൂണളി, ഇദ്ദേഹം ഇളക്കി, അതായത് ഇദ്ദേഹം ഇളക്കിയെന്ന് നമുക്ക് അറിയാവുന്ന തരം. പക്ഷെ അവിടെ വഞ്ചിയുണ്ട്, 2.5 കിലോ ഉള്ള വഞ്ചിയുണ്ട്, 4.5 കിലോ ഉള്ള വേദികയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏത് കാലത്ത് മാറ്റിയില്ല എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. കാര്യം അത് കൂടുതൽ SITയുടെ അന്വേഷണത്തിൽ ഇതെല്ലാം പുറത്തു വരും. അവർ നല്ല രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഇപ്പൊ ഈ ധാരപാളി മറ്റേന്റെ കൂട്ടല്ലല്ലോ, മറ്റേ ഒരു സാധനം വെക്കുന്ന പോലെ അല്ല. അതൊരു പൂജാവിധികൾ, അനുജ്ഞയുണ്ട്, ഇതിനകത്ത് കുറെ ആചാരങ്ങളുണ്ട്. നമ്മൾ എടുക്കണമെങ്കിൽ ദേവന്റെ അനുജ്ഞ വേണം, തിരിച്ചു വെക്കണേ പുനഃപ്രതിഷ്ഠ കലശം വേണം. അങ്ങനെയൊക്കെയുള്ള പല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ആചാരങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നത്
തികച്ചും അശാസ്ത്രീയമാണ്. കാര്യം അങ്ങനെയല്ല വേണ്ട. ഇതൊരു ദേവപ്രശ്നത്തോടെ ഈ സംഭവം ഇത്രയും അലമ്പായി. ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്വർണം പല വീടുകളിൽ പോയിട്ടുണ്ട്, പല വീടുകളിലൊക്കെ പ്രതിഷ്ഠിച്ച് എന്താ പറഞ്ഞ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തിയാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ദേവന് ഹിതമാണോ ഇത് തിരിച്ചു വെക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഹിതം പരിശോധിക്കാനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ തന്ത്രങ്ങളിലെ. അപ്പം അത് ആ രീതിയിൽ തന്നെ ഒരു സംഭവമാക്കി അതിനൊരു പ്രായശ്ചിത്തമുണ്ട്. പ്രായശ്ചിത്തം, ഞങ്ങൾ ഇത്രയൊക്കെ പ്രശ്നം പറ്റി, ഇനിയെങ്കിലും ഞങ്ങൾക്ക് മേലിൽ ഇങ്ങനത്തെ അബദ്ധം പറ്റില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു പ്രായശ്ചിത്തമൊക്കെ വിളിച്ചു ചൊല്ലി അങ്ങനെയാണ് അത് പ്രതിഷ്ഠിക്കേണ്ടത്. ഇതല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടിയോ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ സമീപിക്കേണ്ടത്. ഇതിനൊരു വളരെ വളരെ നിദാനതയാണ്. കാര്യം തന്ത്രി ഇതിനെ ഭക്തർ വരുന്ന സമയമാവുകയാണല്ലോ ശ്രീ മഹേഷ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും പുറത്തുനിന്ന് അടക്കമുള്ള അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള ഭക്തർ വരുന്ന സമയമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേഗത്തിൽ ആ പാളി അവിടെ പുനഃസ്ഥാപിച്ചത്. അതിന് ഇനി സമയമുണ്ടല്ലോ. ഇനി ഒരു രണ്ടാഴ്ച. ഇപ്പൊ അന്വേഷണം, ഇപ്പൊ അദ്ദേഹത്തെ 14 ദിവസത്തെ കസ്റ്റഡിയിൽ തന്നെ, 14 ദിവസം ക്ഷമിച്ചാൽ തന്നെ ഇതിന്റെ ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും എത്തും. കാര്യം ഇതെവിടെയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ അന്വേഷിച്ചിട്ട് ഇപ്പൊ 2 ധാരപാലകരെ പുതിയത് കിട്ടി. പഴയ നമ്മുടെ നേരത്തെ വിജയമല്യ സ്ഥാപിച്ച ധാരപാലകർ ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് SIT അവർ കണ്ടുപിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഇവരെവിടെ കൊണ്ടുവെക്കും? അത് ഓഫീസിൽ വെക്കാൻ പറ്റുമോ? അത് ഇവിടെ തന്നെ വെക്കണ്ടേ? അപ്പൊ ഇത് ഇളക്കണ്ടേ? പിന്നെ ഒരു അനുജ്ഞ വേണ്ടേ? പിന്നെ ഒരു തിരിച്ചുള്ള പ്രതിഷ്ഠ ഇത് വേണ്ടേ? അപ്പം അത് പിന്നെ കോംപ്ലിക്കേറ്റഡ് അല്ലേ? കുറച്ച് വെയിറ്റ് ചെയ്യാമായിരുന്നു. അതേ മാത്രമേ എനിക്ക് അതിനകത്തൊരു മെയിൻ ഇതായിട്ട് പറയാനുള്ളൂ. പിന്നെ കൊള്ളയെ സംബന്ധിച്ച് വലിയൊരു കൊള്ളയാണ്. അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. ഇത് തന്നെ അല്ല, ആ കൊള്ളയിൽ എന്തൊക്കെ തെളിയുമെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. ശ്രീ കെ എം ആന്റണി, റിട്ടയേർഡ് SP, ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ SIT വളരെ വേഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത്, അതിൽ തർക്കമില്ല. ഇപ്പോൾ കോടതിയായാലും 13 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പതിവ് വിട്ടുകൊണ്ട് വേഗം തന്നെ അതിലൊരു തിടുക്കം കോടതിയും കാണിക്കുന്നുണ്ട്, വേഗം അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. ഈ 13 ദിവസം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇയാളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷം തെളിവെടുപ്പ് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ ഒക്കെ പോകാനുണ്ട്. ഈ പാളികൾ കൊണ്ടുവച്ച് പല സമ്പന്നരുടെയും വീടുകളിൽ വെച്ച് പൂജ നടത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയുള്ള തെളിവെടുപ്പുണ്ട്. ഇതിൻ്റെ കൂട്ടുപ്രതികളായി വരുന്നത് തനിക്ക് മുകളിലുള്ളവരാണ് എന്നുള്ള കൃത്യമായ സൂചന ഇപ്പോൾ അയാൾ തന്നെ അയാളുടെ പ്രതികരണത്തിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ വേഗം തന്നെ എത്തിച്ചേരും. കൂടുതൽ അറസ്റ്റ് വളരെ വേഗത്തിൽ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകുമോ ശ്രീ കെ എം ആന്റണി? സ്മൃതി, നമ്മൾ ഈ കേസിൻ്റെ ആരംഭം മുതൽ ഇപ്പോൾ SIT ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് വെറും 5 ദിവസമായപ്പോഴത്തേക്കും ഇതിലെ പ്രധാന പ്രതി അല്ലെങ്കിൽ മുഖ്യ കണ്ണി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനെ ഇന്ന് റാന്നി കോടതിയിൽ അത് ഹാജരാക്കി അവർ. അതുപോലെ തന്നെ പോലീസ് 14 ദിവസത്തെ കസ്റ്റഡി ചോദിച്ചു. കോടതി അതിൻ്റെ കേസിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസവും കൊടുത്തിരിക്കുകയാണ്. ഇനി 30-ാം തീയതി പ്രൊഡ്യൂസ് ചെയ്താൽ മതി, കോടതിയിൽ ഹാജരാക്കിയാൽ മതി. സാധാരണഗതിയിൽ 14 ദിവസമാണ് ഒരു പ്രതിയെ പരമാവധി കൊടുക്കാൻ പറ്റുന്നത്. ആ പരമാവധി ദിവസങ്ങളും കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ കേസിൽ സങ്കീർണമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അയാൾ ആത്മവിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അയാളുടെ ഇന്നത്തെ ശരീരഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് തൊട്ട് ശേഷവുമൊക്കെ അയാൾ മാധ്യമങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു വലിയ ധൈര്യത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ അയാളെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു അയാളുടെ പെരുമാറ്റമെന്ന്. അപ്പോൾ നമ്മൾ കാണുന്ന ആളുകൾ തന്നെ ചിന്തിക്കും ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ പോലും ചിന്തിച്ചു. പക്ഷേ ഇന്നിപ്പോൾ 24 മണിക്കൂർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ അറസ്റ്റിന് ശേഷം വന്നതിന് ശേഷം അയാളെ കാണുമ്പോൾ ആ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ട ആളായിട്ടാണ്. കാരണം അയാൾ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയോ അപാകതകൾ അല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിച്ച പോലെ ഈ കേസിൽ അയാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം അയാൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റാന്നി കോടതിയിൽ നിന്ന് ഇയാൾ ഇറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, എന്നെ കുടുക്കിയവർ നിയമത്തിന് മുമ്പിൽ വരുമെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്നെ ആരോ കുടുക്കി, അതായത് ഞാനല്ല ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളൊരു സൂചനയാണ് അയാൾ തരുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ആ പ്രസ്താവനയല്ല, ആ പറഞ്ഞ ഒറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ ഈ കേസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അനുമാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം 2004 അതായത് കീഴ്ശാന്തിയുടെ പരികർമ്മി അല്ലെങ്കിൽ സഹായിയായിട്ടാണ് ഇയാൾ ശബരിമല സന്നിധാനത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങ് വന്നു കഴിയുമ്പോൾ അയാൾ അവിടുത്തെ ഏറ്റവും വലിയ ശക്തനായ അധികാര ദല്ലാള്, അതേസമയം തന്നെ എല്ലാവരുമായിട്ട് ഇടപഴകുന്ന, പല ഭാഷകൾ സംസാരിക്കുന്ന, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സ്വാധീനമുള്ള, അധികാരികളുടെ മുമ്പിലും വ്യവസായികളുടെ മുമ്പിലും ഒക്കെ സ്വാധീനമുള്ള ഒരു ഇടനിലക്കാരനെ പോലെയാണ് അയാൾ പിന്നീട് ആയിത്തീർന്നത്.
അപ്പം ഇതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത് ഇപ്പോൾ പോലീസ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ദേവസ്വം ബോർഡിനെ ഇയാളാണ് സമീപിച്ചത്. അതായത് ഇതിൽ സ്വർണം പൂശുകയോ അല്ലെങ്കിൽ സ്വർണം പതിപ്പിക്കുകയോ ചെയ്യാം, അതിന് സ്പോൺസർമാർ ഉണ്ടെന്ന് പറയുന്നില്ല. ഇയാളാണ് സ്പോൺസർ എന്നാണ് പ്രത്യക്ഷത്തിൽ ആദ്യം മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളത് കാണുന്നതും ഇയാൾ തന്നെ ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഇയാൾക്കൊരു സ്പോൺസർ ആകാനും മാത്രമുള്ള സാമ്പത്തിക ശേഷി ഇല്ല. ഇയാളുടെ കിളിമാനൂര് പുളിമാത്തിലുള്ള വീടും കുടുംബവും മറ്റു കാര്യങ്ങളും സാഹചര്യങ്ങളും ഇയാളുടെ തൊഴിലും എല്ലാം മനസ്സിലാക്കുമ്പം അതിനുള്ളൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. അപ്പോൾ ആരെയൊക്കെയോ അയാൾ കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വന്ന വ്യവസായികളോ അല്ലെ സമ്പന്നരായ മറ്റ് സംസ്ഥാന മുതലാളിമാരോ അവരെയൊക്കെ കണ്ടുവച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഇയാൾ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ഇയാൾ അങ്ങനെ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതൊരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ആ ഉദ്യോഗസ്ഥരെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അയാൾ സമീപിക്കുമ്പോൾ ഇയാൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇയാൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിനെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇയാൾ ഈ ഒരു കാരണവശാലും ഇത് ചെന്നൈയിലാണിത് സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഇതിൻ്റെ മറ്റു പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ പാളികളും അതുപോലെ തന്നെ കട്ടിലയും ഒക്കെ പാളികൾ പോയത് തന്നെ ആദ്യം പറയാം, ബാംഗ്ലൂരും അതുപോലെ തന്നെ ഹൈദരാബാദിലും പോയിട്ടുണ്ട്. അവിടെ പല വ്യവസായികളുടെയും അല്ലെങ്കിൽ സമ്പന്നരുടെയൊക്കെ വീടുകളിൽ ഇത് പ്രദർശനത്തിന് വെക്കുകയും അവിടെ നിന്ന് പൈസ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെ സ്പോൺസേഴ്സ് ആരാണെന്നുള്ളതും എവിടെയുള്ളവരാണെന്നും എന്തൊക്കെയാണെന്നും അവരെത്രമാത്രം തുകയോ സ്വർണമോ ഇതിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയ് മല്യ 1998 എത്ര കിലോ സ്വർണം കൊടുത്തു വ്യക്തമായിട്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖ അവിടെ ഇല്ല. അത് സംബന്ധിച്ച് ഒന്നും തന്നെ അറിയില്ല. അത് തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ എത്ര കിലോ സ്വർണം കാലാകാലങ്ങളിൽ ഈ പറഞ്ഞ 98 ശേഷം എന്നുള്ളത് നമ്മൾ ഏകദേശം കണക്കാക്കിയാൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സന്നിധാനം അല്ലെങ്കിൽ ദ്വാരപാലകൻ അവിടെ എത്ര സ്വർണം വന്നു എന്നുള്ളത് എന്നുള്ളത് തിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് അന്വേഷണമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പോകാൻ സാധിക്കുകയുള്ളൂ. അതവരെ കണ്ടെത്തും. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഹൈദരാബാദിലും ഈ പറഞ്ഞ ബാംഗ്ലൂരും ചെന്നൈയിലും എല്ലാം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശബരിമലയിൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു അങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരനോ കള്ളനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏത് രീതിയിലാണ് ഈ സന്നിധാനവുമായി ബന്ധപ്പെട്ട് അവിടെ ശാന്തി അല്ലെങ്കിൽ ശാന്തിയുടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അയാൾക്ക് എത്രമാത്രം കളവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചിട്ടാണോ ഇയാൾ ഇത് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തിട്ടപ്പെടുത്തണം. ശാന്തിയുടെ സഹായിയായതിനു ശേഷം അയാളെ പറഞ്ഞു വിട്ടിരുന്നു, പിന്നീടാണ് സ്പോൺസർ ആയിട്ടുള്ള മടങ്ങി വരവ്. ആ സ്പോൺസറുമായിട്ട് മടങ്ങി വരിക എന്ന് പറയുമ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ചിട്ട് സ്പോൺസർമാരെ തപ്പി അയാൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പോൺസർ കയ്യിൽ ഉള്ള സമയത്ത് അയാൾക്ക് മൂല്യം കൂടി. അപ്പോൾ അയാൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇത് ഇങ്ങനെ ഈ രീതിയിലൊരു മോഷണം അല്ലെങ്കിൽ തട്ടിപ്പ്, അതൊരു ദേവസ്ഥാനത്ത് ഇത്രയും അടുത്ത് ഇരിക്കുന്ന ദേവൻ്റെ അടുത്ത് അല്ലെ അയ്യപ്പൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ കാര്യങ്ങളെയാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിലും അപ്പുറം സംഭവിക്കാവുന്ന അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ട്. കാരണം ഈ അവസരത്തിൽ ഈ 2025 ഇത് ശ്രദ്ധയിൽപ്പെടുകയും കോടതി അതിനകത്ത് ഇടപെടുകയും ശക്തമായ നടപടിയിലേക്ക് വരികയും ചെയ്തു. അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിൻ്റെയോ ഒക്കെ കീഴിലുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അത് മുന്നോട്ട് കണ്ടിട്ടുള്ളത് മുമ്പ്. പക്ഷേ ഇപ്പോൾ ഈ നടന്ന അന്വേഷണത്തിൽ ഈ നടന്ന തട്ടിപ്പിൽ അല്ലെ തിരിമറിയിൽ അവർ വ്യക്തമായ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും പങ്കിനെ സംശയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തമായ കാര്യങ്ങളുണ്ട്. അന്വേഷണത്തെ SITക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ട സൂചനകൾ മുഴുവൻ അതിലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. ശരി, ഡോക്ടർ PK ഗോപൻ, ആരൊക്കെ കുടുങ്ങും എന്നുള്ളതാണല്ലോ ചോദ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻപ് നടത്തിയ പ്രതികരണം, പിന്നീട് തെളിഞ്ഞ ദേവസ്വം ബോർഡ് യോഗം ചേർന്നെടുത്ത തീരുമാനമെന്നുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്, ഇപ്പോൾ മൊഴി, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയും ചോദ്യം ചെയ്യുമോ? അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഈ കേസ് തെളിയുന്നതിന്
ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഏതെങ്കിലും ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ഫലപ്രദമായി കാര്യം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാം വിശ്വാസം. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡ് അംഗത്തെ ചോദ്യം ചെയ്താൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് വാദിക്കുന്നത് എന്തിനാ? അതുപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഉന്നയിച്ച ചില പ്രശ്നങ്ങൾ, ഈ നിയമപരമായി ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, ബോർഡിനെ നിയമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡിനാണ്. അവിടെ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് റൂളില്ല. ഗവൺമെൻറ് രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ പറയാറുള്ളതുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അനുസരിച്ച് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് നേരിട്ട് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ അവർക്ക് അധികാരമില്ല. അതിനാണ് ദേവസ്വം ബോർഡിൽ നിയമസഭയുടെ ചില ചിട്ടവട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ 3 ബോർഡ് അംഗങ്ങളെ അവർ നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ബോർഡ് അംഗങ്ങൾ അവിടുത്തെ മാനുവൽ അനുസരിച്ച്, ദേവസ്വം ബോർഡിൻ്റെ നിയമാവലി അനുസരിച്ച്, ഓരോ ക്ഷേത്രത്തിൻ്റെയും ആചാരമര്യാദകൾക്കനുസരിച്ച് അത് നയിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ജോലി. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം കൊണ്ട് കെട്ടാൻ പരിശ്രമിച്ചത്, ഞാനത് വളരെ കൃത്യമായിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റും, റെയിൽവേ വിറ്റും, വിമാനത്താവളങ്ങൾ വിറ്റും, ബാങ്കുകൾ വിറ്റും, നദികൾ പോലും വിറ്റും, ആരാധനാലയങ്ങളിലെ സമ്പത്ത് വിറ്റും പണമുണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനമോ നടത്തുന്ന പാർട്ടിയിൽ പെടില്ല BJPയുടെ പ്രതി ആക്ഷേപം ഉന്നയിച്ച CPM. അത് അദ്ദേഹത്തിന് സ്വയം ചേരുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചേരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് സ്വന്തമായിട്ടിരിക്കണമെന്ന് വാശിയുള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത്, അത് ദേവസ്വത്തിൻ്റെ കീഴിലെ ആരാധനാലയങ്ങൾ മാത്രമല്ല, അതല്ലാത്ത ആരാധനാലയങ്ങളിലെ സ്വത്ത് ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പാടില്ല എന്ന് ശഠിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അദ്ദേഹത്തെ വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ PK ഗോപൻ, പക്ഷേ CPMന്റെ ഭാഗമായി തന്നെയുള്ള ഒരാൾക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുറത്തേക്ക് പറഞ്ഞതല്ല യാഥാർത്ഥ്യമെന്ന് പിന്നീട് തെളിയുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പൊതുജനങ്ങളോട്, മാധ്യമങ്ങളോട് പറഞ്ഞത് കളവാണ് എന്ന് കൂടിയാണ് തെളിയുന്നത്. ബോർഡ് യോഗം ചേർന്നെടുത്ത തീരുമാനം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൂടാതെ തന്നെ ഈ വ്യക്തി അറിയില്ല എന്നും പറയുന്നു. വ്യക്തി അറിയാതെ ആ വ്യക്തിക്ക് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുകയില്ലല്ലോ. കാലങ്ങളായി അവിടെ ബന്ധം സ്ഥാപിച്ച്, ആളുകളുമൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ച്, അവിടുത്തെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നവരുമായി ബന്ധം സ്ഥാപിച്ചാണ് ഇയാൾ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ശ്രീമതി സ്മൃതി, നമ്മൾ കണ്ണടച്ചിരുട്ടാക്കണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് 2019 അദ്ദേഹം അവിടെ കീഴ്ശാന്തിക്കാരനായി വന്ന 1-2 വർഷം നമുക്ക് നിഷ്കളങ്കമായിട്ട് തള്ളാം. പിന്നെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അയാളുടെ ഒരു 2ാം വരവുണ്ട്. അത് 2007 മുതലാണ്. ആ 2ാം വരവിൽ അവിടെ ദേവസ്വം കൈകാര്യം ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അവരെല്ലാം പല കേസിലും പെട്ടിട്ടുണ്ട്. ഇപ്പോഴും വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. അതിനെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടാണ് അവിടെ ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ വരുന്നത്. അവിടുത്തെ നിയമനങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ശുദ്ധീകരിച്ചു വരുന്നത്. ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായൊരു പ്രക്രിയ അവിടെ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇനി അത് നടത്താനുള്ള ശ്രമത്തിലാണ്. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് റോളില്ലല്ലോ ഡോക്ടർ PK ഗോപൻ. സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയതാണല്ലോ നമ്മുടെ വിഷയം. സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏത് ഘട്ടത്തിലാണ്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെ ശുദ്ധീകരണത്തിൻ്റെ വഴികൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് ഇടത്തലക്കാരനായിട്ട് നിന്നുകൊണ്ട്, അവിടുത്തെ ഭക്തിയുടെ ഏജൻ്റായിട്ട് നിന്നുകൊണ്ട്, അവിടുത്തെ മുരാരി ബാബുവിനെ ആയാലും ജയശ്രീ ആയാലും ബൈജുവിനെ ആയാലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല കൊള്ള നടത്തിയിട്ടുണ്ട് അവിടെ. ആ കൊള്ളയിൽ ദേവസ്വം ബോർഡ് അറിഞ്ഞോ അറിയാതെയോ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ SITയെ സംശയിക്കുന്നത്? ഇത്രയും ഷാർപ്പായി അന്വേഷണം നടത്തുന്ന, എത്ര കൃത്യമായിട്ടാണ് അവർ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്? അവർക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെന്നോ ബോർഡ് അംഗങ്ങളെന്നോ പ്രത്യേകതയില്ല. അതുകൊണ്ട് ബോർഡ് അംഗങ്ങൾ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ പിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ SITയുടെ കൂടാണ്. ആർക്കാ തർക്കം അതിനകത്ത്? ഇവിടെ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? CPM എടുത്ത നിലപാടെന്താ? ഞങ്ങൾ കോടതിക്കൊപ്പമാണെന്നാണ്. കോടതി എന്തെല്ലാം കോടതിയെ പോലും നമ്മൾ സംശയിക്കുന്നില്ല. പിന്നെന്താ? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ മഹേഷ് പണിക്കരുടെ ചർച്ചയിൽ അദ്ദേഹം കോടതിയെ തള്ളി പറഞ്ഞല്ലോ.
അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിലും അതിപ്പോ അവിടെ സ്ഥാപിച്ചുകൂടാ. അല്ല, അദ്ദേഹം വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അല്ലല്ല, ഹൈക്കോടതി അല്ല തന്ത്രിയാണല്ലോ അവിടെ വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ. തന്ത്രി അല്ല, ഞാനൊന്ന് പറയട്ടെ മാഷേ. അവിടെ തന്ത്രിയുടെ അനുജ്ഞപ്രകാരമാണല്ലോ അത് റീഇൻസിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അന്നത്തെ കാര്യമല്ല പറയുന്നത്. തന്ത്രിയുടെ അനുജ്ഞപ്രകാരമാണല്ലോ ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് നമുക്ക് വാശിയൊന്നുമില്ല. പക്ഷെ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതിയുടെ അനുമതി കൊടുത്തു, തന്ത്രിയുടെ അനുജ്ഞ കൊടുത്തു. ഇനി അവിടെ ദേവപ്രശ്നം നടത്തണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് ആരാ? തന്ത്രിയാണ്. പക്ഷെ തന്ത്രിയുടെ അനുജ്ഞ കൊടുത്തിരിക്കുക. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡോക്ടർ പി കെ ഗോപൻ, പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കാവുന്ന ഒരു കാര്യം, തട്ടിപ്പ് നടത്തിയവരിൽ പെട്ട ഒരാളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD എന്നുള്ള കാര്യം അറിയുകയാണ്. പലതവണയായി സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസം പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഗൂഢാലോചനയുടെ വിവരങ്ങളടക്കം പുറത്തു വരുന്നു. അവർ തന്നെ പൂശിയ സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുവയ്ക്കുന്നതിൽ അതിൽ ഒരു കുഴപ്പം തോന്നുന്നില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായി തോന്നുന്നൊരു ചോദ്യമല്ലേ അത്? വിശ്വാസം മാറ്റിവെച്ച് ചോദിക്കുകയാണ്. അല്ല, ആ ചോദ്യം ഞാൻ അഡ്രസ്സ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഇപ്പം മണ്ഡലകാലം ആരംഭിക്കുന്ന സമയത്ത് അവിടെ ഈ പാളിയില്ലാതെ അവിടുത്തെ ദ്വാരപാലക പീഠം നിലനിൽക്കാൻ പാടില്ല എന്ന് തന്ത്രിക്കും തോന്നി, ദേവസ്വം ബോർഡിനും തോന്നി. അവർ ആരുടെയൊക്കെ അനുവാദം മേടിക്കണോ വാങ്ങിച്ചു. അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ അത് വാശി പിടിച്ച് സ്ഥാപിക്കണമെന്ന് ദേവസ്വം ബോർഡിനില്ല. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. നാളെ അത് വേറൊരു തരത്തിലേക്ക് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അതിനകത്ത് വേറെ മാറ്റം വരുത്തണമെങ്കിൽ അപ്പോൾ ഈ മണ്ഡലകാലം കഴിയുമ്പോഴായിരിക്കും അതിനകത്തൊരു നിലപാട് മിക്കവാറും കോടതി എടുക്കാൻ പോകുന്നത്. നമുക്ക് സ്വീകരിക്കാൻ. ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. കോടതി എടുക്കുന്ന നിരീക്ഷണത്തെ വിമർശനം ഉണ്ടെങ്കിൽ ആ വിമർശനം പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ കോടതിക്കെതിരായിട്ട് നിൽക്കാൻ പറ്റാത്തൊരു ഘട്ടം വന്നതുകൊണ്ടോ അല്ലെ ഒരു പരിസ്ഥിതി വന്നതുകൊണ്ടോ എന്ന രീതിയിൽ അതിനെടുക്കണ്ട. ഞങ്ങളുടെ ഒരു നന്മയെ അതിനകത്ത് കാണാൻ ആദ്യം പരിശ്രമിക്കണം. ഞങ്ങൾ ഇതിനകത്ത് യാതൊരു തരത്തിലും CPIM-ന്റെ ബോർഡ് അംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവർ പാർട്ടിയിലും കാണത്തില്ല. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മുമ്പിൽ നിൽക്കുന്നത് കേരള സർക്കാരായിരിക്കും. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ശക്തമായി പറഞ്ഞത് ഇതിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നതിനും എല്ലാ പിന്തുണയും കൊടുക്കുക, അല്ലാതെ മാറി നിൽക്കുകയല്ല. അന്വേഷണത്തിന് പിന്തുണ കൊടുക്കുകയാണ്. കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് നിൽക്കുന്നത്? വിജിലൻസ് എങ്ങനെയാണ് നിൽക്കുന്നത്? SIT-യുടെ ഭാഗമായുള്ള ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? അതിശക്തമായിട്ട് നിൽക്കുക. ഒരാക്ഷേപവും ആർക്കും ഇല്ല അവർക്കെതിരായിട്ട്. അവരിതിനകത്ത് കള്ളക്കളി കളിക്കുന്നതായിട്ട് ഒരാക്ഷേപവും ഇല്ല. നിങ്ങൾ മീഡിയാസിന് കിട്ടുന്ന റിപ്പോർട്ടൂടെ ഞാൻ പറയാം, ഉദ്യോഗസ്ഥർ വളരെ ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞില്ലല്ലോ SIT അന്വേഷണമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ അതിന് മുമ്പ് കണ്ട ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരുടെ അറിവിലേക്കായി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ എന്നെ കുടുക്കിയവരെ കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിട്ടില്ല എന്നും കാണാവുന്നതാണ്. അങ്ങെന്താണോ ചോദിക്കാൻ പോയത് ശ്രീ VV രാജേഷ്? അതായത് ശ്രീ ഡോക്ടർ പി കെ ഗോപൻ അദ്ദേഹം പറഞ്ഞു വിജിലൻസ് വളരെ ശക്തമായ നിലപാടാണ് എടുത്തത്. വിജിലൻസ് എന്ത് നിലപാടാണ് എടുത്തത്? പോലീസ് എന്ത് നിലപാടാണ് എടുത്തത്? ഞാൻ ശ്രീ പി കെ ഗോപൻ അവർകളോട് ചോദിക്കുകയാണ്, ഈ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കള്ളം നടത്തിയപ്പോൾ മോഷണം നടത്തിയപ്പോൾ വിജിലൻസ് ഇല്ലായിരുന്നോ? അതോ വിജിലൻസിന് ഈ മോഷണം നടത്തുമ്പോഴേക്ക് വിജിലൻസ് നിങ്ങൾ അവധി കൊടുക്കുമോ? അതേ വിജിലൻസ് അല്ലേ ഇപ്പോഴും ഉള്ളത്? അന്ന് ഒന്നുകിൽ പിണറായി വിജയന്റെ വിജിലൻസ്, ദേവസ്വം വിജിലൻസ് പരാജയമായിരുന്നു, അല്ല എങ്കിൽ വിജിലൻസ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിരുന്നു. താങ്കൾ വിജിലൻസിനെ കുറിച്ച് രോമാഞ്ചം കൊണ്ട് സംസാരിക്കുമ്പോഴേക്ക് ഇതേ വിജിലൻസ് ശബരിമലയിൽ ഈ മോഷണം നടന്നപ്പോൾ ഉറങ്ങുകയായിരുന്നോ? അതോ ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നോ? ദേവസ്വം വിജിലൻസ് ആണ് തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരുടെ അടക്കം പേരുകളടക്കം പുറത്തു കൊണ്ടുവന്നത്. ദേവസ്വം വിജിലൻസ് ആണ്. അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം വന്നല്ലോ. സ്മൃതി എന്നാ കൊണ്ടുവന്നേ? നമ്മളൊക്കെ എപ്പോഴാണ് ഈ കൊള്ള അറിയുന്നത്? അതിനുശേഷം ഞാൻ ചോദിക്കട്ടെ, ഈ കൊള്ള അറിയുന്നതിൽ വിജിലൻസിന് ഒരു പങ്കുമില്ലെന്നാണോ പറയുന്നത്? അവിടെ സ്പെഷ്യൽ ശ്രീ രാജേഷ്, ഈ കൊള്ള പുറത്തു കൊണ്ടുവരുന്നതിൽ വിജിലൻസിന് ഒരു പങ്കുമില്ലെന്നാണോ ഒന്ന് പറയുന്നത്? അവിടെ വിജിലൻസിന് ഒരു പങ്കുമില്ലാതാണോ ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത്? ഞാൻ ചോദിക്കട്ടെ, 5ഉം 10ഉം വർഷം കഴിഞ്ഞിട്ട് കൊള്ള പുറത്തു കൊണ്ടുവന്ന കൊള്ള വലുതാക്കിയതും ഒക്കെ തന്നെ ജനങ്ങൾ അറിഞ്ഞതും അല്ല, പാത്ര കച്ചവടം പിടിച്ചതാരാ? വിജിലൻസ് അല്ലേ? സർ, അല്ല, വിജിലൻസ് പിടിച്ച കേസുകൾ വീണ്ടും ആവർത്തിക്കുമല്ലോ.
വിജിലൻസ് പിടിച്ച കേസുകൾ അവിടുത്തെ പതിറ്റാണ്ടുകളായി അവിടെ ആവർത്തിക്കുന്നല്ലോ. 600 ഞാൻ പേരെ ചോദിക്കുന്നത് അനധികൃതമായിട്ട് വിജിലൻസ് പിടിച്ച കേസുകൾ, വിജിലൻസ് അല്ലേ? അതേ സംഭവങ്ങൾ തന്നെ ചില പതിറ്റാണ്ടുകളായി അവിടെ സ്പോൺസർമാർക്ക് ആവർത്തിക്കുന്നല്ലോ. വഴിവിട്ട് അവിടെ സഹായം എത്രയോ കേസുകൾ ചെയ്യുന്നതിനെതിരെ സാക്ഷിക്കുന്നു. ദേവസ്വം വിജിലൻസ് പ്രതികരിക്കുകയും അതിനോട് അത് ചെവികൊള്ളാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ ദേവസ്വം വിജിലൻസ് അവിടെ നിന്ന് മാറി നിൽക്കുക വരെ ചെയ്തു പ്രതിഷേധിച്ച്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. ഈ കാലയളവിലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. അല്ല ഞാൻ അതെ, അല്ല അങ്ങനെയാണെങ്കിൽ ആ വിജിലൻസ് പ്രസിഡന്റ് അവിടെ നിയമിച്ച നേരത്തെ ആരാ? ഒരുപാട് കേസ് ഈ പിടിച്ചിട്ടുണ്ട്, തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന പ്രസിഡന്റ് നിയമിച്ചാൽ ഏതെങ്കിലും ഒരു ദേവസ്വം പ്രസിഡന്റ് ഇങ്ങനെയുള്ള തെറ്റുകൾ കാട്ടുന്നു എന്ന് കാറ്റിയിട്ട് 10 വർഷത്തിനിടയ്ക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എതിരെ എടുത്തിട്ടുണ്ടോ? ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബോർഡ് മെമ്പറെ മാറ്റിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യത്തിന്മേലുള്ള അന്വേഷണമാണല്ലോ ചർച്ച ചെയ്യുന്നത് ശ്രീ വി രാജേഷ്. ഈ അന്വേഷണത്തിന്റെ ഒടുവിൽ ഈ പറയുന്ന വലിയ കണ്ണികളിലേക്ക് എത്തുന്നില്ല എങ്കിൽ അങ്ങേക്ക് പറയാം. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. SIT അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 13 ദിവസമാണ് കയ്യിലുള്ളത്. ഈ 13 ദിവസം എന്തൊക്കെ ചെയ്യുകയാണെന്ന് പരിശോധിക്കണ്ടേ? ഇത് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. കോടതി നോക്കുകയാണല്ലോ ശ്രീ വി രാജേഷ്. കോടതിയുടെ കണ്ണിന് താഴെയാണ് കാര്യങ്ങൾ. കോടതി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം. അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രതീക്ഷ. ശരി, അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ടീമിനെയും അപ്പോയിന്റ് ചെയ്ത് അതേ ഗവൺമെന്റ് തന്നെയാണ് വിജിലൻസിനെ അപ്പോയിന്റ് ചെയ്തത്. കോടതി നോക്കുന്നു എന്നുള്ളത് മാത്രമാണ് സമൂഹത്തിന്റെ പ്രതീക്ഷ. ഇനി ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ ഒരു സ്വർണവും നഷ്ടപ്പെടില്ല. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. ശരി, നമുക്ക് ഈ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം മാത്രമല്ല, ഇത് 10-20 കൊല്ലക്കാലത്തെ അന്വേഷണത്തിലേക്ക് പോകണം. ശരി, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പാർട്ടിക്കകത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന ചില ആളുകളൊക്കെ പിടിക്കപ്പെടും. 20 അല്ല, രാജേഷേ 10 വർഷമല്ല, രാമൻ നായരൊക്കെ പിടിക്കപ്പെടാൻ പോവാ. 40 വർഷത്തെ പാർട്ടിയിലേക്ക് വന്ന രാമൻ നായർ ഇതിനേക്കാൾ കൂടുതൽ അഴിമതി നടന്നിട്ടുണ്ട്. ശരി, ആദ്യം ഈ അന്വേഷണത്തിൽ ഒരു തീരുമാനമാകട്ടെ. സ്വർണ്ണത്തിൽ തീരുമാനമാകട്ടെ, പിന്നെ പാത്രത്തിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും ഒക്കെ പോകാം. അന്വേഷണം ഇതുവരെ നടന്നതുമുണ്ടല്ലോ. അതിലെന്ത് തീരുമാനമുണ്ടായി എന്ന കാര്യമുണ്ടല്ലോ. ഇത്രയും കാലം വിജിലൻസ് അന്വേഷിച്ച ചില കാര്യങ്ങളിൽ എന്ത് തീരുമാനമുണ്ടായിരിക്കും? ഈ പാത്രം കൊള്ള പല ഘട്ടങ്ങളിലായി പറയുന്നു. അതിന് അന്വേഷണം എവിടെ എത്തിയതുള്ള ചോദ്യം നിൽക്കുക. ശ്രീ CR രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ SIT അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ദേവസ്വം ബോർഡ് അധികാരികളിലേക്ക് കൂടി എത്തുന്ന രൂപത്തിൽ ആ അന്വേഷണം ഉണ്ടാകും എന്ന് അങ്ങ് ഇപ്പോൾ കരുതുന്നുണ്ടോ? സ്മൃതി, ഞാൻ 2010 റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ ദേവസ്വം ബോർഡിലെ നിലവിലുള്ള ചട്ടങ്ങളും അതിൻ്റെ ബോർഡ് കൂടുന്ന സംവിധാനങ്ങളും പറഞ്ഞത് ഒരു കാലത്തും ബോർഡിന് അറിയാതെ അല്ലെങ്കിൽ ബോർഡ് അറിയാതെ ഇത്തരം ഒരു തീരുമാനം സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായി എടുക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഈ അന്വേഷണം പോകുമ്പോൾ ഇതിൻ്റെ നയപരമായ തീരുമാനമെടുത്ത കക്ഷികളിലേക്കും നീങ്ങും. കാരണം കീഴ്വഴക്കമനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ കാലത്തോ പിൽക്കാലത്തോ ഒരു പൂജാ വിഗ്രഹങ്ങളും ഒരു പൂജാ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഒരു തിരുവാഭരണങ്ങളും മൂന്നാം കക്ഷിയുടെ കയ്യിൽ കൊടുത്തായി ഒരു പ്രീസിഡൻസും ഇല്ല. അപ്പോൾ ഇതുണ്ടായി എന്ന് പറയുമ്പോൾ താഴെ മുതൽ റിപ്പോർട്ട് വന്നു, അത് മേലോട്ട് കൺവേ ചെയ്തു, അത് റിപ്പോർട്ട് ചെയ്തു വന്നു. ബോർഡ് വളരെ സുഘടിതമായ ലീഗൽ അടിത്തറയുള്ള സംവിധാനം ഉണ്ടായിട്ടും അവരറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് തീരുമാനമെടുത്ത ബോർഡിന്, ഈ ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥനും, ഈ തീരുമാനമെടുത്ത ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഇറക്കിയ ബോർഡിനും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവരാരും അറിയാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ, ഇപ്പോൾ പറഞ്ഞു ദേവസ്വം വിജിലൻസ് ഓഫീസറെ നിയമിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ്. കാരണം ഗവൺമെന്റിൽ നിന്നും ലിസ്റ്റ് വരുത്തുന്നു, അതിലൊരാളെ സെലക്ട് ചെയ്ത് കോടതി സെലക്ട് ചെയ്ത് ബോർഡിനെ അയക്കുന്നു, ബോർഡ് നിയമിക്കുന്നു. അതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം കമ്മീഷൻ നിയമിക്കുന്നത് ഒരു ലിസ്റ്റ് എടുക്കുന്നു, കോടതി ഇത് പരിഗണിക്കുന്നു, അതിലൊരാളെ കോടതി ചൂസ് ചെയ്യുന്നു, കോടതി നിയമിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതും ശരിയാണ്. ഈ നിലവിലുള്ള TCHRA ആക്ട് അനുസരിച്ച് ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് മെമ്മോ കൊടുക്കാനോ അവരെ നിയന്ത്രിക്കാനോ ഒന്നും നിലവിൽ ചട്ടങ്ങളിൽ ഗവൺമെന്റിന് അധികാരമില്ല. പിന്നെ ചട്ടങ്ങളല്ലാതെ പുറത്തു നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ഇല്ലെന്ന് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഇവരെ അയോഗ്യപ്പെടുത്താനും നീക്കം ചെയ്യാനും ഉള്ള അധികാരം ബഹുമാനപ്പെട്ട കോടതി ഡിവിഷൻ ബെഞ്ചിന് മാത്രമാണ്. അത് ഈ കാലത്തല്ല, പഴയ കാലത്ത്. അതാണ് നേരത്തെ നമ്മുടെ മുൻപ് സംസാരിച്ച സാറ് പറഞ്ഞതുപോലെ ഈ പരിപൂർണ കമ്മീഷൻ 1987
പിന്നെ അല്ല 2007 ജനുവരിയിൽ വന്നത് ബോർഡിന്റെ അഴിമതി, വളരെ ഗുരുതരമായ അഴിമതി കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്നപ്പോഴാണ് ജസ്റ്റിസ് കെ എസ് പരിപൂർണനും ജസ്റ്റിസ് BM തുളസീദാസും D കാർത്തികനും അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് പരിശോധിക്കുകയും ആ പരിശോധനയുടെ ഭാഗമായി അന്നത്തെ ബോർഡിന് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. അപ്പം ഇതുപോലുള്ള കാരണങ്ങൾ, ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ, അഴിമതി ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇവിടെയും കോടതി വളരെ കർക്കശമായി ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പരിണത ഫലം ഈ ബോർഡ് അംഗങ്ങളിലേക്കും എത്തുന്നെങ്കിൽ തീർച്ചയായും അവരും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇതിൻ്റെ അന്വേഷണം അവിടത്തേക്കും വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 2007 പ്രസിഡൻസി ഞാൻ പറഞ്ഞത്, അന്നത്തെ ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും കാലാവധി കഴിയുന്നതിന് മുമ്പ് പുറത്തു പോകേണ്ടി വന്നു, ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശവും അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ശരി, ഇപ്പോൾ കാലാവധിയൊക്കെ കഴിഞ്ഞു പോയവരെ കുറിച്ചാണ് അന്വേഷണം എന്നുള്ളതാണ് ഇത്. ഈ സ്വർണം കണ്ടെത്തുക എന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം. കാരണം അതിന് സ്മൃതി ഇതിനകത്ത് HRA ആക്ടിൽ ഒരു ആക്ട് ഉണ്ട്, സെക്ഷൻ 32 എന്ന് പറഞ്ഞാൽ ഈ മൈനറുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും ഡാമേജ്, അവരുടെ ഭരണകാലത്ത് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ തിരിമറി നടത്തുകയോ അന്യാധീനപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലം എന്നായാലും പിടിക്കാനും അവരെ ശിക്ഷിക്കാനും ആവശ്യമായ നിയമം നമ്മുടെ TC/HRA ആക്ടിലുണ്ട്. അതനുസരിച്ച് പോയ പല പ്രസിഡന്റുമാരെയും 10-15 വർഷം കഴിഞ്ഞ് അവരെ സർചാർജ് ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ പണം കൊണ്ട് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബാധ്യത അൺലിമിറ്റഡ് ആണ്. മറ്റ് ബോർഡ് കോർപ്പറേഷനുകളിലെ പോലെ വന്നിരുന്ന് എന്തും ചെയ്തേച്ച് വീട്ടിൽ പോയി സമാധാനമായിട്ട് കഴിയാമെന്ന് വിചാരിക്കേണ്ട അത്ര അഗാധമായ നിയമം അത് പാലിച്ചാൽ വളരെ കർക്കശമായ നിയമ സംവിധാനത്തിന്റെ കീഴിലാണെന്ന് പ്രവർത്തിക്കുന്നത്. ഈ വലിയ കൊള്ള നടന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമുക്ക് മഹേഷ് പണിക്കറിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇത് തീർച്ചയായും ഇടവേള. മഹേഷ് പണിക്കർ, ഇപ്പോൾ സ്വർണം, മല്യ കൊടുത്ത സ്വർണം എവിടെ പോയി, ആരൊക്കെ പങ്കുപറ്റി എന്നതാണല്ലോ അറിയേണ്ടത്. അതിലേക്ക് എത്തുമോ? എന്താണ് അങ്ങയുടെ പ്രതീക്ഷ? ഇല്ല, ഇതിനകത്തിപ്പം അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാര്യം ഇതിനകത്തിപ്പോൾ ഹൈക്കോടതിയാണല്ലോ ഈ സംഭവം വെളിയിൽ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ സംഭവം വെളിയിൽ കൊണ്ടുവന്നത്. അപ്പം ആദ്യം ഈ പറഞ്ഞ ഇത് പുനഃസ്ഥാപിക്കാനായിട്ട് ഒരു ഉത്തരവ് കൊടുക്കുന്ന സമയത്ത് വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കണ്ടിരിക്കുന്നത്. എല്ലാ ചർച്ചകളിലും എല്ലാ ഇതിലും അവർ വളരെ ക്രെഡിബിളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ അവരുടെ ക്രെഡിബിലിറ്റിയെ മൊത്തം തകർക്കുന്ന ഒരു റിപ്പോർട്ടാണത്. കാര്യം ഇവരെ ഒട്ടും വിശ്വാസയോഗ്യമല്ല, ഇവർ 2 പ്രാവശ്യം മൊഴി മാറ്റിയിരിക്കുന്നു, ഇവർ ചെയ്യുന്നത് ഒട്ടും സുതാര്യമല്ല, ഈ സ്വർണ്ണമൊന്നും അല്ല അതിനകത്ത് ചേർക്കുന്നതെന്ന് ആ റിപ്പോർട്ടിലാണുള്ളത്. ആ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ട് അവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം വെക്കുമ്പോഴത്തേക്ക് ഇത് എന്ത് ക്രെഡിബിലിറ്റി, അവരുടെ ക്രെഡിബിലിറ്റി മാത്രമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് അതിൻ്റെ ഒരു മറ്റ് വശങ്ങളല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്കീരമൺ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെ വളരെ വളരെ എന്ത് മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത്. ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ആ ദൈവിക ചൈതന്യത്തിന്റെ ഒരു ആംഗിളൂടെ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഒരു ആംഗിളൂടെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? അതിനൊരു നിദാനതയോടുള്ളൊരു പ്രവർത്തനമല്ലേ വേണ്ടത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ആ രീതിയിൽ അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്താനോ അല്ലെ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ വളരെ ആർജവമുള്ളവരാണ്, അവർ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവകം അബദ്ധങ്ങൾ പിന്നെയും കൂടുതൽ ഊരാക്കുടുക്കലിലേക്ക് പോകുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. കാര്യം നാളെ SITയുടെ അന്വേഷണം എത്തുന്നത് ചിലപ്പം ഈ പഴയ പാളി എവിടെയെങ്കിലും തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷനോടെ പ്രതിയാകുകയോ ഇതിനകത്ത് സ്വർണ്ണം ഇല്ലെന്ന് തെളിയുകയോ ഒക്കെ ചെയ്താൽ പിന്നെയും ഗുരുതരമായി ഇത് നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഗുരുതരമായ ഒരുപാട് ആചാര്യലോപങ്ങൾ സംഭവിക്കാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് നമുക്കിപ്പോൾ പുനഃസ്ഥാപിക്കുന്ന ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും അതിനകത്ത് അങ്ങനെ പ്രശ്നമുള്ള കാര്യമല്ല. ഇതിനകത്തെ കള്ളം തെളിയണമെന്ന് മാത്രമേ ഉള്ളൂ, ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ ഉള്ളതെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ എത്രയാണ് അയ്യപ്പന്റെ മുതൽ പോയതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. കാര്യം അതറിയണം. ഇനിയെങ്കിലും മേലിൽ ഇതിനൊരു സംവിധാനം ഉണ്ടാകണം. എന്താണ് ആചാരങ്ങൾ, എന്താണ് ഈ പറഞ്ഞ പണത്തിന്റെ രീതിയിൽ ആന്റിക് വാല്യൂ എന്താണ്, ഡിവൈൻ വാല്യൂ എന്താണ്, അതിന്റെ രൂപയുടെ മൂല്യം, അല്ലെ ഇപ്പോഴത്തെ ആ സ്വർണത്തിന്റെ വില എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 3 തട്ടിലായിട്ട് അതിന്റെ തിരിച്ചിട്ട് അതിനെ ഒരു നല്ല രീതിയിൽ ഒരു ലെയർ, ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇത്രയും ലെയർ ഓഫ് ഈ സാധനങ്ങൾ ഉണ്ടായിട്ടും ഇത് ഇത്രയും തട്ടിപ്പ് നടക്കുന്നു, അത് നിരന്തരമായിട്ട് നടക്കുന്നു. അതുപോലത്തെ ഉള്ള ഒരു തട്ടിപ്പ് നിരന്തരമായിട്ട് നടക്കുമ്പോഴത്തേക്ക് അതാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. കാര്യം ഇത്ര ഹൈക്കോടതിയുടെ ഇതുണ്ട്, നമ്മൾ സത്യം പറഞ്ഞാൽ ആലോചിക്കണം, എല്ലാ മാസവും റിപ്പോർട്ട് പോകുന്നുണ്ട്, ഈ ഇന്ന കാര്യങ്ങൾ നടന്നു റിപ്പോർട്ട് പോകുന്നുണ്ട്, എന്നിട്ട് പോലും ഇത്രയും തട്ടിപ്പ് നടക്കുന്നു. അപ്പം അതിനകത്തൊന്നും ആർക്കും അത് എങ്ങനെയാണ് അത് നടക്കുന്നതെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് ഇപ്പൊ എല്ലാവരുടെയും കൺമുമ്പിലുണ്ടല്ലോ. ഇപ്പൊ അദ്ദേഹം 14 ദിവസത്തെ കസ്റ്റഡി പോകുന്നു, അദ്ദേഹം പോയി സാധനങ്ങളൊക്കെ പറക്കിയെടുക്കട്ടെ, എന്നിട്ട് നമ്മളൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തി. ഇനിയെങ്കിലും അയ്യപ്പ വിശ്വാസവും അതിന്റെ ചൈതന്യവും കേരളീയ സമൂഹത്തിനും ലോകത്തിനും മൊത്തം വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിനകത്ത് ഗവൺമെന്റിനെയോ കോടതിയെയോ
പോലീസ് ഉദ്യോഗസ്ഥരെയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയോ അല്ലെ പോറ്റിമാരെയോ ആരെയും കുറ്റം പറയാതെ എല്ലാവർക്കും ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കി ഇതിന് നല്ലൊരു ലെയർ പ്രൊട്ടക്ഷൻ, ഇപ്പോൾ ഉള്ള പ്രൊട്ടക്ഷൻ അഭാവം അത് കറക്റ്റായിട്ടല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാര്യം ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് നിരന്തരമായിട്ട് ഇതാണ് നടന്നത്. അപ്പം അതെല്ലാം ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിച്ച് കറക്റ്റാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് വേണ്ടത്. ശരി, വി രാജേഷ്, ഇപ്പോൾ SIT അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നു, കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അപ്പോൾ കോടതി ഇതിൽ തീരുമാനമെടുക്കുക, അതായത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മതി അതിൽ മറ്റു തീരുമാനങ്ങൾ, കേന്ദ്ര ഏജൻസി വരുന്ന കാര്യത്തിൽ ഒരു കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് അത് പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ED വരികയാണല്ലോ. തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ, വളരെ ശക്തമായ ഒരു അന്വേഷണത്തിലൂടെ, പലരെയും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടത്തുന്നതിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം, ഇതിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ, വാസു ഉൾപ്പെടെയുള്ള ആൾക്കാരെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം, അവരെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിന് മാത്രമേ സുതാര്യമായത് കൈവരികയുള്ളൂ, കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, ഒളിച്ചുകളി നടക്കുകയില്ല. മറ്റൊന്ന് ഞാൻ പറയാം സ്മൃതി, CPM പ്രത്യേകിച്ചും പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം എന്ത് കാരണത്താലാണെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ആശയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈശ്വരവിശ്വാസം കൂടുന്നതുകൊണ്ട്. അവർ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്, പ്രസ്ഥാനങ്ങളിലൊന്നാണ് ശബരിമല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം ഗുരുതരമായ ക്രമക്കേടുകൾ, യുവതീ പ്രവേശനം ഉൾപ്പെടെ ഇത്രത്തോളം ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് കൊള്ള നടത്തുകയും മറുഭാഗത്ത് എല്ലാ ദിവസവും ചെയ്യുന്നത് അത്തരത്തിലൊരു ഗൂഢാലോചന ഫലമാണ്. എന്തോ യുവതീ പ്രവേശം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ? എന്തോ യുവതീ പ്രവേശം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ? പെണ്ണുങ്ങളെ വീട്ടിൽ പോയി ചെന്ന് പോലീസ് പിടിച്ചോണ്ട് ശബരിമലയെ കൊണ്ടുപോകുന്നേ? അല്ല, കോടതി പറഞ്ഞ ബിന്ദു അമ്മിനെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് ശബരിമലയെ കയറ്റണമെന്ന് ഏത് കോടതിയാ പറഞ്ഞത്? ശരി, ഏത് കോടതിയാ പറഞ്ഞത്? താങ്കൾ എന്തായി പറയണത്? ഏത് പാർട്ടിക്കാര് ബിന്ദു അമ്മിനെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് ശബരിമലയെ കയറ്റാൻ വേണ്ടി ഏത് കോടതിയാ പറഞ്ഞത്? ഏത് കോടതിയാ പറഞ്ഞത് മിസ്റ്റർ? ഏത് കോടതിയാ സാർ പറഞ്ഞത്? യുവതീ പ്രവേശമാകാം എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവ്. വിളിച്ചുകൊണ്ട് വരികയാണോ തന്നെ വരികയാണോ എന്നുള്ളതല്ലല്ലോ വിഷയം. എന്തായിരുന്നു ഉത്തരവ് എന്നുള്ളതാണല്ലോ. പോലീസ് കാറും കൊണ്ട് പോയി വിളിച്ചോണ്ട് കയറ്റാൻ വേണ്ടി ഏത് പോലീസാ, ഏത് കോടതിയാ പറഞ്ഞത്? അപ്പോൾ വി രാജേഷ്, ഇപ്പോൾ CPM അതൊരു ദുസ്വപ്നമായി മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അത് വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ട. ഇല്ല, ഒരു ദുസ്വപ്നത്തിന്റെ പ്രശ്നമൊന്നുമില്ല. മറക്കാൻ ഈ ചർച്ച കേൾക്കുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട മാർക്സിസ്റ്റ് പ്രവർത്തകർ, നമുക്ക് ഇതിന്റെ നാൾവഴികളൊക്കെ അറിയാവുന്നതാണ്. അതിന്മേലൊരു തർക്കം വേണ്ട. പ്രവർത്തകർ ചിന്തിക്കണം, അതിന്മേലൊരു തർക്കം വേണ്ട. നിലവിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ വി രാജേഷ്? നിലവിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലേ? അല്ല, EDയുടെ കയ്യിലെ 11 വയസ്സ് പ്രായമുള്ള കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ള നോട്ടീസ് വല്ലതും പണ്ട് എഴുതി റിപ്പോർട്ട് കൊണ്ടുവരാൻ പറ. കടകംപള്ളി ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ പിണറായി ചോദ്യം ചെയ്യാൻ. അല്ല, ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ നാട്ടുകാർ അന്വേഷണം വരികയും ഈ കള്ളന്മാരെയൊക്കെ തന്നെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടത്തിയാൽ മാത്രമേ വരികയുള്ളൂ. ശരി, ഞാൻ ഒന്ന് ശ്രീ ആന്റണിയിലേക്ക് ഓടിക്കും. ശ്രീ KM ആന്റണി, ഇപ്പോൾ രഹസ്യമായിട്ടായിരുന്നു ഇന്ന് കോടതിയിലെ നടപടികൾ നടന്നിട്ടുള്ളത്. രഹസ്യമായിട്ട് തന്നെ ആ റിപ്പോർട്ടും സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഇടപെടലുകൾ ഒന്നുമില്ലാതെ തന്നെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഹൈക്കോടതി പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഒരു കാരണവശാലും മാധ്യമങ്ങൾക്കോ മറ്റോ പുറത്ത് അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രീതിയിൽ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോകും. അതല്ല ഏതെങ്കിലും രീതിയിൽ പോരായ്മയുണ്ട് എങ്കിൽ അതിന് മുകളിൽ ഹൈക്കോടതിയാണ് നിരീക്ഷണം. അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അന്വേഷണം ശുഭപര്യാവസാനിയായി തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അത് നടക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, വളരെ നന്ദി ശ്രീ CR രാധാകൃഷ്ണൻ, ഡോക്ടർ PK ഗോപൻ, വി രാജേഷ്, KM ആന്റണി, മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.